ആദിലയും നൂറയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ദിയാസനയും ജാസ്മിനെയും കാണാനായിട്ട് ലിവിങ് റൂമിലേക്ക് ഓടി വരികയാണ്. ടാസ്ക് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നൂറ പറയുന്നുണ്ട്, വല്ലാത്തൊരു പണിയായിപ്പോയി, എന്തൊരു പാടായിരുന്നു ടാസ്ക് ചെയ്യാൻ. ലിവിങ് റൂമിലേക്ക് ഓടി വന്നിട്ട് ദിയാസനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നൂറ പറയുന്നുണ്ട്, നിങ്ങളെയൊക്കെ കാണാൻ എന്തുമാത്രം കഷ്ടപ്പാടാണെന്ന് നോക്കി എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ജാസ്മിനും വരുന്നുണ്ട്, എല്ലാവരുമായിട്ടും സംസാരിക്കുന്നുണ്ട്. ആദിലയോട് ദിയാസന ചോദിക്കുന്നുണ്ട്, സുഖമല്ലേ? അപ്പോൾ ആദില തിരിച്ചു പറയാണ്, സുഖങ്ങളൊക്കെ തന്നെ. ദിയാസന നൂറയോട് പറയുന്നുണ്ട്, സന്തോഷമായിട്ടിരിക്കും, സമാധാനമായിട്ടിരിക്കും, നല്ലതായിട്ട് കളിക്കണം, നിങ്ങളെപ്പറ്റി നല്ല പ്രൗഡാണ് മക്കളെ, നന്നായിട്ട് കളിക്കണം, നിങ്ങൾ ഭയങ്കര പ്രൗഡാണ് മക്കളെ എന്ന് പറയുന്നുണ്ട്. ദിയാസന നമ്മുടെ അതിലോട് പറയുകയാണ്, നിങ്ങളെപ്പറ്റി ഭയങ്കര പ്രൗഡാണ്, എൻ്റെ ഉമ്മ പറഞ്ഞായിരുന്നു ഉമ്മയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി, പക്ഷേ അത് സാധിച്ചില്ല, എൻ്റെ വാപ്പാടെ ഇത് കഴിഞ്ഞിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാ അമ്മമാരും, എത്ര അമ്മമാരാണ് നിങ്ങളെപ്പറ്റി ഇത് പറയുന്നത്, നിങ്ങൾ ഭയങ്കര പ്രൗഡാണ് മക്കളെ, നിങ്ങൾ എൻ്റെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി പറയുന്നുണ്ട്, ചക്കര മുത്തം തരാനാണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. പലരും പല തമാശകൾ പറയുന്നുണ്ടെന്ന് ആതിര പറയുന്നുണ്ട്. അപ്പം അവർ തമാശകൾ പറയും, അത് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്, നിങ്ങളത് കാര്യമാക്കരുത്, നിങ്ങൾ നന്നായിട്ട് കളിക്കണമെന്ന് ദിയാസന നമ്മുടെ ആതിരയോട് പറയുകയാണ്. പലതരത്തിലുള്ള ടോപ്പിക്കുകൾ നമ്മളുടെ അടുത്ത് പറയും, നമ്മളത് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും അവർ. നമ്മളതൊന്നും കാര്യമാക്കരുത്, ഇതിൽ വലിയത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന് ദിയാസന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നല്ല ഫണ്ണി ആയിട്ടുള്ള മൊമെൻറ്റ്സുകൾ ഉണ്ടാവട്ടെ എന്നൊക്കെ ദിയാസന പറയുന്നുണ്ട്. അപ്പോഴേക്കും അക്ബറിൻ്റെ ഉമ്മയും വൈഫും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അവരെ യാത്ര അയക്കാനായിട്ട് എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ലിവിങ് റൂമിൽ നിന്നും ഗാർഡൻ ഏരിയയിലേക്ക് വരികയാണ്. എല്ലാവരും കൂടി നിന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് അവരെ യാത്ര അയക്കുന്നത്. ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അക്ബറിൻ്റെ ഉമ്മ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, എല്ലാം മറന്നുപോയി മോനെ, എന്തൊക്കെയാണെന്ന് ഒന്നും ഓർമ്മ വരുന്നില്ല. ഉമ്മ അതൊന്നും കാര്യമാക്കണ്ട, ഉമ്മയ്ക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ എന്ന്. വേണ്ട, ഞാൻ വെള്ളം കുടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തോ ഒന്ന് പറയുന്നുണ്ട്, വളരെ സൗണ്ട് താഴ്ത്തിയാണ് പറയുന്നത്, അതൊന്നും വേണ്ട, എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അക്ബറിൻ്റെ ഉമ്മ.